ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിലേഷണൽ ആൾജിബ്ര എന്ന ടോപ്പിക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്തതല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻസിന് 6 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 4 ഓപ്പറേഷൻസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെലക്ട് ഓപ്പറേഷൻ, പ്രൊജക്റ്റ് ഓപ്പറേഷൻ, സെറ്റ് യൂണിയൻ ഓപ്പറേഷൻ, സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. ആദ്യം തന്നെ സെലക്ട് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഒരു പർട്ടിക്കുലർ റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷൻ്റെ സബ്സെറ്റ് ഓഫ് റോസിനെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെലക്ട് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. ഈ സെലക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു യൂണിയറി ഓപ്പറേറ്ററാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് നമുക്ക് സിഗ്മ പി ഓഫ് ആർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. പി എന്ന് പറയുന്നത് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രെഡിക്കേറ്റ് ആണ്. പ്രെഡിക്കേറ്റ് മീൻസ് കണ്ടീഷൻ. ആൻഡ് ആർ എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു റിലേഷനാണ്. ഇവിടെ ഈ റിലേഷന് 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അക്കൗണ്ട് ഐ ഡി, ബ്രാഞ്ച് നെയിം, ബാലൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സെലക്ഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ സെലക്ട് ഓപ്പറേഷൻ ഇതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റിലേഷൻ്റെ സബ്സെറ്റ് ഓഫ് റോസിനെ സെലക്ട് അല്ലെങ്കിൽ ടുപ്പിൾസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ ബ്രാഞ്ച് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ലോസ് ഏഞ്ചൽസ് ആകുന്ന ടുപ്പിൾസിനെ റിട്രീവ് ചെയ്യുക. അപ്പം ഇവിടെ നമ്മുടെ റിലേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലോസ് ഏഞ്ചൽസ് വന്ന 2 ടുപ്പിൾസ് അല്ലെങ്കിൽ റോസ് ഉണ്ട് അല്ലേ. എ 318 ലോസ് ഏഞ്ചൽസ് 550, അതുപോലെ എ 322 ലോസ് ഏഞ്ചൽസ് 275. അപ്പോൾ ഈ 2 റോസിന് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ റിലേഷണൽ ആൾജിബ്രയിൽ എങ്ങനെ എഴുതാം? സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിഗ്മ, നമ്മുടെ പ്രെഡിക്കേറ്റ് കണ്ടീഷൻ എന്താണ്? പി. പ്രെഡിക്കേറ്റ് കണ്ടീഷൻ എന്താണ്? ബ്രാഞ്ച് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അതിൻ്റെ വാല്യൂ ലോസ് ഏഞ്ചൽസ് ആകുന്ന ടുപ്പിൾസിന് നമുക്ക് വേണം. അപ്പോൾ ബ്രാഞ്ച് നെയിം എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ് ആണ്. നമ്മുടെ റിലേഷൻ്റെ പേരെന്താണ്? അക്കൗണ്ട്. അങ്ങനെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാം. ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന വാല്യൂ വരുന്ന ബ്രാഞ്ച് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടുള്ള റോസിനെ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് സിഗ്മ പി ഓഫ് ആർ. പി എന്ന് പറയുന്നത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട റോസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ കണ്ടീഷനാണ് പി എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് ഏത് റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ പർട്ടിക്കുലർ റിലേഷൻ. ഈ കേസിൽ നമ്മുടെ റിലേഷൻ എന്താണ്? അക്കൗണ്ട്. നമ്മുടെ പ്രെഡിക്കേറ്റ് കണ്ടീഷൻ എന്താണ്? ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ബ്രാഞ്ച് നെയിമുള്ള സെറ്റ് ഓഫ് റോസ്. അങ്ങനെ നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താ പറയുന്നത്? ബ്രാഞ്ച് നെയിം എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ് ആയിരിക്കണം. അതുപോലെ ബാലൻസ് എന്ന് പറയുന്നത് $300 താഴെ ആയിരിക്കണം. അപ്പോൾ ഈ അക്കൗണ്ട് എന്ന് പറയുന്ന റിലേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് ബ്രാഞ്ച് നെയിമായിട്ട് വരുന്ന 2 റോസ് അല്ലേ ഉള്ളത്. A3118 റോയും A322 റോയും 2 റോസാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ബാലൻസ് 300 കുറവ് തന്നെ ചെയ്താൽ 275. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരുന്നത്. 2 പ്രെഡിക്കേറ്റ്സ് ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ്? ബ്രാഞ്ച് നെയിം എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ബാലൻസ് എന്ന് പറയുന്നത് 275 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 2 കണ്ടീഷൻ ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസിനെ മാത്രം അല്ലെങ്കിൽ ടുപ്പിൾസിനെ മാത്രം നമുക്ക് റിട്രീവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചു. അപ്പോൾ എന്താ പറയുന്നത്? സിഗ്മ ബ്രാഞ്ച് നെയിം എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ്, ബാലൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 300. ഇവ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻഡ് ഉപയോഗിച്ചു. ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചു. നമ്മുടെ റിലേഷൻ്റെ പേരെന്താണ്? അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സിഗ്മ പി ഓഫ് ആർ. പി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻ. ആർ എന്ന് പറയുന്നത് റിലേഷൻ. ഇനി ഇവിടെ കണ്ടീഷൻ നമ്മൾ വാല്യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എന്താ ഉപയോഗിച്ചത്?
ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിച്ചു അല്ലേ. അങ്ങനെ നമുക്ക് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, അങ്ങനെ പല കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ചില കേസുകളിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ പ്രെഡിക്കേറ്റ്സ് കമ്പൈൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ആൻഡ്, ഓർ, നെഗേഷൻ ഓപ്പറേറ്റേഴ്സൊക്കെ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പം ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ബ്രാഞ്ച് നെയിമും വേണം, ബാലൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 300 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത റോസ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതിയായിരുന്നെങ്കിൽ നമുക്കിവിടെ ഓർ ഓപ്പറേറ്റർ, ഈ ഓർ ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. ഇനി നെഗേഷനാണ് വേണ്ടിയിരുന്നെങ്കിൽ നെഗേഷൻ ഓപ്പറേറ്റർ, നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് റിലേഷനാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് കിട്ടുന്ന റിസൾട്ടായിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഒരു റിലേഷൻ ഉണ്ടല്ലോ, അതിലുള്ള ടുപ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടായിട്ട് കൊടുത്ത ആ റിലേഷനിലെ സെയിം ടുപ്പിൾസ് തന്നെയാണ്. പക്ഷേ എന്താണ്, ആ ടുപ്പിൾസ് നമ്മൾ പ്രെഡിക്കേറ്റ് ആയിട്ട് കൊടുത്ത കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ടുപ്പിൾസാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്മുടെ കണ്ടീഷൻ തന്നെ ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ബ്രാഞ്ചിനെയും ഉള്ള ടുപ്പിൾസിനെയാണ് ഇവിടെ ഇവർ റിട്രീവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാലൻസ് 300-നേക്കാൾ ചെറുതും ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ബ്രാഞ്ച് നെയിമുമായിട്ടുള്ള അക്കൗണ്ടിനെയാണ്, ടുപ്പിളിനെയാണ് ഇവിടെ റിട്രീവ് ചെയ്തിരിക്കുന്നത്. അടുത്തെന്താ പറയുന്നത്, റിസൾട്ട് സ്കീമ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻ ആറിൻ്റെ സ്കീമമായിട്ട് ഐഡൻറ്റിക്കലാണ് അല്ലേ. നമ്മുടെ സ്കീമ ആർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷനാണ്. അതിൻ്റെ സ്കീമ എന്ന് പറയുന്നത് അക്കൗണ്ട് ID, ബ്രാഞ്ച് നെയിം, ബാലൻസ് എന്നായിരുന്നു. ഇനി നമ്മുടെ റിസൾട്ട് സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്, അതും അക്കൗണ്ട് ID യും ബ്രാഞ്ച് നെയിമും ബാലൻസും. അങ്ങനെ രണ്ട് റിസൾട്ട് സ്കീമയുടെയും അതുപോലെ നമ്മുടെ ആർ എന്ന് പറയുന്ന റിലേഷൻ സ്കീമയും ഐഡൻറ്റിക്കലാണ് ഇവിടെ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പ്രൊജക്റ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നതും സെലക്ഷൻ ഓപ്പറേറ്റർ പോലത്തെ ഒരു യൂണറി ഓപ്പറേറ്ററാണ്. സെലക്ഷൻ ഓപ്പറേറ്ററിൽ റോസിന് നമ്മൾ ഒരു പർട്ടിക്കുലർ റിലേഷൻ്റെ സബ്സെറ്റ് ഓഫ് റോസിനാണ് നമ്മൾ ചൂസ് ചെയ്തെങ്കിൽ, പ്രൊജക്ഷൻ ഓപ്പറേറ്ററിൽ നമ്മൾ പർട്ടിക്കുലർ റിലേഷൻ സബ്സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് തന്നെ പോകാം അല്ലേ. അതായത് ഇവിടെ ഇപ്പം ഒരു അക്കൗണ്ട് എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത സെയിം റിലേഷൻ തന്നെയാണ്. അക്കൗണ്ട് ID, ബ്രാഞ്ച് നെയിം, ബാലൻസ് എന്ന് പറയുന്ന 3 ആട്രിബ്യൂട്ട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് ബ്രാഞ്ച് നെയിം, ഒരക്കൗണ്ടെങ്കിലുമുള്ള ബ്രാഞ്ച് നെയിം ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യുക, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്, ന്യൂയോർക്ക്, സിയാറ്റിൽ, ലോസ് ഏഞ്ചൽസ്, ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്. അപ്പോൾ ഇവിടെ ഇത്ര എന്ന് പറയുന്നത് എന്താണ്, ഒരക്കൗണ്ടെങ്കിലുമുള്ള ബ്രാഞ്ച് നെയിംസാണ്. അപ്പോൾ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ചെയ്യുമ്പം ഇവിടെ റിപ്പീറ്റായിട്ട് വന്ന ഈ ലോസ് ഏഞ്ചൽസ്, ന്യൂയോർക്കും റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒറ്റ ടൈം യൂണീക്കലി ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പൈ ബ്രാഞ്ച് നെയിം അക്കൗണ്ട്, ബ്രാഞ്ച് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കുക അക്കൗണ്ട് എന്ന് പറഞ്ഞ റിലേഷനിൽ നിന്നും. ഇവിടെ 5 ടുപ്പിൾസ് ഉണ്ടെങ്കിൽ 3 ടുപ്പിൾസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം പ്രൊജക്റ്റ് ഓപ്പറേഷന്, പൈ A, B, R. ഇവിടെ എയും ബി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ, എയും ബി എന്നൊക്കെ പറയുന്നത് ആർ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലെ ആട്രിബ്യൂട്ട്സ് അവയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നതും ഈ പറയുന്ന സ്പെസിഫൈ ചെയ്യപ്പെട്ട ആട്രിബ്യൂട്ട്സ് ആണ് ഈ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്ന റിലേഷനിൽ ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ അക്കൗണ്ട് എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന ബ്രാഞ്ച് നെയിമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടിയ ഈ റിലേഷനിൽ ഒരു ആട്രിബ്യൂട്ടേ ഉള്ളൂ, അതാണ് ബ്രാഞ്ച് നെയിം. അടുത്തെന്താണ്, ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിന് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിലേഷനിൽ ഉള്ളതായിരിക്കണം അല്ലേ. നമുക്ക് കിട്ടിയ റിസൾട്ടിൽ കിട്ടിയ ബ്രാഞ്ച് നെയിം എന്നാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്, കിട്ടിയ റിലേഷനിലുള്ളത് ആട്രിബ്യൂട്ട്. ഈ ബ്രാഞ്ച് നെയിം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്ന റിലേഷനിലെ ഒരു ആട്രിബ്യൂട്ടാണ്. അടുത്ത സ്പെസിഫൈഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് മാത്രമേ റിസൾട്ടായിട്ടുള്ള സ്കീമിൽ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലേ. നമ്മൾ നമ്മുടെ
കൊറിയയിൽ ബ്രാഞ്ച് നെയിമിനെ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ റിസൾട്ടിൽ ബ്രാഞ്ച് നെയിം മാത്രമേ വന്നിട്ടുള്ളൂ. ഡൊമെയിൻസ് എന്ന് പറയുന്ന സോഴ്സ് ആട്രിബ്യൂട്ട്സ് ഡൊമെയിൻസുമായിട്ട് സെയിമും ആയിരിക്കണം. അത് ഇവിടുത്തെ ഡൊമെയിനും സെയിം ആണ്. ഇനി കമ്പോസിങ് ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ചെയ്തത്? അക്കൗണ്ട് എന്ന് പറയുന്ന റിലേഷനിലെ ആട്രിബ്യൂട്ട് മാത്രം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്, അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. ഇവിടെ നമുക്ക് അക്കൗണ്ടിന് പകരം നമുക്ക് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു റോ, അതായത് ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷൻ നമുക്കിവിടെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് വാല്യൂസ് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഈ സെലക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പം എന്ത് പറ്റും? എല്ലാ സബ്സെറ്റ് ഓഫ് റോസ്, പക്ഷേ അതിനകത്ത് എല്ലാ കോളംസും ഉണ്ടായിരിക്കും, അത് റിട്രീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന. ഈ പ്രൊജക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പം അത് ആട്രിബ്യൂട്ട്സിനെ മാത്രം റിട്രീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം സർട്ടൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് ഉള്ള സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെലക്ഷൻ ഓപ്പറേഷനും പ്രൊജക്ഷൻ ഓപ്പറേറ്ററും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ പറയുന്നത്? ഈ കൊറി, അതായത് അക്കൗണ്ട് എന്ന് പറയുന്ന റിലേഷനുണ്ട്. അക്കൗണ്ട് എന്ന് പറയുന്ന റിലേഷനിൽ ബാലൻസ് എന്ന് പറയുന്നത് 300-നേക്കാളും ഗ്രേറ്ററോ ഈക്വൽ ടു ആകുന്ന കേസിൽ വരുന്ന റോസ് ഉള്ള ആ റോസിലെ അക്കൗണ്ട് ഐ ഡീസ് മാത്രം പ്രൊജക്റ്റ് ചെയ്യുക. അതാ പറയുന്നത് സെലക്ട്സ് ദ അക്കൗണ്ട് ഐ ഡി ഓഫ് ഓൾ അക്കൗണ്ട്സ് വിത്ത് എ ബാലൻസ് ഓഫ് $300 ഓർ മോർ. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കുന്ന റിലേഷൻ സ്കീമ എന്ന് പറയുന്നത് അക്കൗണ്ട് ഐ ഡിയും ബ്രാഞ്ച് നെയിമും ബാലൻസും ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ പ്രൊജക്ഷനിൽ അക്കൗണ്ട് ഐ ഡി മാത്രമേ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് റിലേഷനിൽ അക്കൗണ്ട് ഐ ഡി മാത്രമേ സ്പെസിഫൈ ചെയ്യുകയുമുള്ളൂ. ഇനി ബേസും ഡെറൈവ്ഡ് റിലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ബേസ് റിലേഷനാണ്. ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന സിഗ്മ ബാലൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 300 എന്ന് പറയുന്നത് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഡെറൈവ്ഡ് റിലേഷനാണ്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ആ പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് ഉള്ള ആ റിലേഷനിലെ അക്കൗണ്ട് ഐ ഡി. ഇപ്പോൾ ഇവിടെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്ന ബേസ് റിലേഷനിൽ നിന്ന് ഡെറിവ് ചെയ്തൊരു റിലേഷനാണ് വന്നിരിക്കുന്നത് ഈ സിഗ്മ ബാലൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 300 എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് യൂണിയൻ ഓപ്പറേഷനാണ്. ഇതിന് നമുക്ക് ആർ യൂണിയൻ എസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സെറ്റ് യൂണിയൻ, സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻസിനെ പറ്റിയൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ +1 +2 പഠിച്ചിട്ടുള്ളതാണ് സെറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ഇല്ലേ. ഇപ്പം അവിടെ യൂണിയൻ ഓപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? ഇപ്പം എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് ABC എന്നിങ്ങനെ 3 എലമെൻറ്റ്സ് ഉണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് DEF എന്ന് പറഞ്ഞ 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ A യൂണിയൻ B എന്ന് പറയുമ്പം എന്താ വരും? ആ 2 എലമെൻറ്റ്സ് ഇതിലുള്ള കംപ്ലീറ്റ് എലമെൻറ്റ്സ് ഉണ്ടാകും. ABCDEF കംപ്ലീറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അതുപോലെ ഇപ്പം എയിലും ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് പിന്നെ സെയിം ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ആയിട്ട് വരത്തില്ല. അതിൻ്റെ ഒരു കോപ്പിയെ നമ്മുടെ റിസൾട്ടായിട്ടുള്ള സെറ്റിൻ്റെ അത് വരത്തുള്ളൂ. അപ്പോൾ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഈ DBMSലുള്ള ഈ സെറ്റ് യൂണിയൻ, ഈ റിലേഷൻ ആൾജിബ്രയിലുള്ള ഈ സെറ്റ് യൂണിയൻ ഓപ്പറേഷനിൽ ഉള്ളതും. ഇവിടെ എന്താ പറയുന്നത്? R എന്നും S എന്നും ഉള്ള 2 റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനിലുള്ള ടുപ്പിൾസിൻ്റെ ആയിരിക്കും റിസൾട്ടായിട്ട് കൊണ്ടുവരിക. ഓരോ ടുപ്പിൾസും യൂണീക്ക് ആയിരിക്കും. R എന്നും S എന്നും പറയുന്ന 2 റിലേഷനിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ടുപ്പിൾസ് വരുമെങ്കിലും നമ്മുടെ റിസൾട്ടിൽ ടുപ്പിൾസ് യൂണീക്ക് ആയിരിക്കും. ഇനി ആറും എസ്സിനും കമ്പാറ്റബിൾ ആയിട്ടുള്ള സ്കീമാസ് ഉണ്ടായിരിക്കണം. അതായത് ആർ എന്നും എസ് എന്നും പറഞ്ഞ 2 റിലേഷൻ ഉണ്ടെങ്കിൽ രണ്ടിനും സെയിം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആർ എന്നും എസ് എന്നും പറഞ്ഞ 2 റിലേഷനിൽ R(i)ക്ക് S(i)യുടെ പോലെ സെയിം ആയിട്ടുള്ള ഡൊമെയിൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം അല്ലേ. അതായത് ഇവിടെ അക്കൗണ്ട്, ലോൺ, ഡിപ്പോസിറ്റർ, ബോറോവർ എന്ന് പറയുന്ന 4 റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രാധാന്യം ഉള്ളത് 2
റിലേഷനിലാണ് ഡിപ്പോസിറ്ററും ബോറോവറും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് കസ്റ്റമറിൻ്റെ നെയിം വേണം. ആ ഏത് കസ്റ്റമറിനാണ്? ആ കസ്റ്റമറിന് ഒന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള കസ്റ്റമർ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള കസ്റ്റമർ ആയിരിക്കണം. അപ്പം ഈ ഡിപ്പോസിറ്ററിൻ്റെ അകത്ത് കുറച്ച് കസ്റ്റമർ നെയിംസ് ഉണ്ട്. ഈ ഡിപ്പോസിറ്ററിലുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ബാങ്കിൽ ബാലൻസ് ഒക്കെയുള്ള ബാങ്ക് അക്കൗണ്ടൊക്കെ ഉള്ള കസ്റ്റമേഴ്സാണ് ഡിപ്പോസിറ്ററിൽ ഉള്ള കസ്റ്റമർ നെയിംസ്. ഇനി ബോറോവർ എന്ന് പറയുന്ന റിലേഷനിലുള്ള കസ്റ്റമറിൻ്റെ പേരെന്ന് പറയുന്നത് ലോൺ എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ നെയിമാണ്. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്ററിലും ബോറോവറിലുമുള്ള കസ്റ്റമേഴ്സിൻ്റെ പേരാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ആട്രിബ്യൂട്ടാണ് വേണ്ടത്, കസ്റ്റമർ നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. അപ്പം ആ ആട്രിബ്യൂട്ട് മാത്രമായിരുന്നെങ്കിൽ ഇപ്പം ഡിപ്പോസിറ്റർ എന്ന് പറയുന്ന റിലേഷൻ്റെ കസ്റ്റമർ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് വേണ്ടിയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയിരിക്കും? പൈ കസ്റ്റമർ നെയിം ഡിപ്പോസിറ്റർ എന്ന് എഴുതും അല്ലേ. കസ്റ്റമർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ആട്രിബ്യൂട്ടിൻ്റെ പേര്, ഡിപ്പോസിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻ്റെ പേര്. ഇനി ബോറോവർ എന്ന് പറയുന്ന റിലേഷൻ, അതിൻ്റെ കസ്റ്റമർ നെയിമാണ് നമുക്ക് വേണ്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്തെഴുതും? പ്രൊജക്ഷൻ ഓപ്പറേറ്ററായ പൈ ഉപയോഗിച്ച് പൈ കസ്റ്റമർ നെയിം ബ്രാക്കറ്റിൻ്റെ നമ്മൾ റിലേഷൻ്റെ പേരെന്താ? ബോറോവർ. അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ടിലും ഉൾപ്പെടുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും പേരാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? യൂണിയൻ ഉപയോഗിക്കും. പൈ കസ്റ്റമർ നെയിം, നമ്മുടെ റിലേഷൻ്റെ പേരെന്താ? ഡിപ്പോസിറ്റർ. യൂണിയൻ പൈ കസ്റ്റമർ നെയിം, നമ്മുടെ രണ്ടാമത്തെ റിലേഷൻ്റെ പേരെന്താ? ബോറോവർ. അങ്ങനെ നമുക്ക് സെറ്റ് യൂണിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഇപ്പം ഇതാണ് കസ്റ്റമർ നെയിമും കൂടെ നമ്മൾ യൂണിയൻ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കസ്റ്റമർ നെയിമിൽ റിപ്പീറ്റ് ആയിട്ട് സ്മിത്ത് വരുന്നുണ്ട്, ലെവിസ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ യുണീക്കായിട്ടുള്ള ഒരു കോപ്പി മാത്രമേ നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനിൽ വരികയുള്ളൂ. അതാ പറയുന്നത് നമ്മുടെ ഇൻപുട്ട് കൊടുത്ത ടുപ്പിൾസിൽ ഇവിടെ 4 ടുപ്പിളുണ്ട്, ഇവിടെ 4 ടുപ്പിളുണ്ട്, മൊത്തം 8 ടുപ്പിൾസ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തത്. പക്ഷെ നമുക്ക് കിട്ടിയ റിസൾട്ടിൽ 6 ടുപ്പിൾസേ ഉള്ളൂ. കാരണം സ്മിത്തിൻ്റെയും ലെവിസിൻ്റെയും ഒരു കോപ്പി മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ ഈ റിസൾട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനിൽ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ആറും എസ് എന്നും പറയുന്ന 2 റിലേഷനാണെങ്കിൽ ആറ് മൈനസ് എസ് എന്ന് പറയുമ്പം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ്റെ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? 6ലുള്ള എല്ലാ എലമെൻസും കാണും, പക്ഷേ 6ലുള്ള എസ്സിലുള്ള എലമെൻറ്റ്സ് റിസൾട്ടിൽ ഉണ്ടാവുകയില്ല. മീൻസ് റിസൾട്ടിൻ്റെ അകത്ത് 6ലുള്ള എസ്സിൽ ഇല്ലാത്ത എല്ലാ എലമെൻറ്റ്സും, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഫൈൻഡ് ഓൾ ദ കസ്റ്റമേഴ്സ് ദാറ്റ് ഹാവ് ആൻ അക്കൗണ്ട് ബട്ട് നോട്ട് എ ലോൺ. അക്കൗണ്ടുള്ള ലോൺ എടുക്കാത്ത കസ്റ്റമേഴ്സിൻ്റെ പേരാണ് വേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ യൂണിയൻ ചെയ്തപ്പോൾ എന്തായിരുന്നു? എല്ലാ കസ്റ്റമറിൻ്റെയും പേരും വേണമായിരുന്നു അല്ലേ. ലോണുള്ള കസ്റ്റമറിൻ്റെ പേര് വേണമായിരുന്നു, അക്കൗണ്ടുള്ള കസ്റ്റമറിൻ്റെയും പേര് വേണമായിരുന്നു. അതിന് വേണ്ടി നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ഇവിടെ എന്ന് പറയുമ്പോൾ ലോൺ ഇല്ലാത്ത അക്കൗണ്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും പേര് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിപ്പോസിറ്ററും ബോറോവറും എന്ന് പറഞ്ഞ 2 റിലേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഡിപ്പോസിറ്ററിൻ്റെ കസ്റ്റമർ നെയിംസ് എല്ലാം കൂടെ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? പൈ കസ്റ്റമർ നെയിം ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡിപ്പോസിറ്റർ. ബോറോവറിൻ്റെ കസ്റ്റമർ നെയിം ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പൈ കസ്റ്റ് നെയിം ബ്രാക്കറ്റിൻ്റെ അകത്ത് ബോറോവർ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ ഡിപ്പോസിറ്റർ എന്ന് പറഞ്ഞ ടേബിളിൻ്റെ അകത്ത് 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാ? സ്മിത്തും ലെവിസും. ഈ സ്മിത്തും ലെവിസും ലോണും ഉണ്ട്. അപ്പോൾ അങ്ങനെ ലോണുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഡീറ്റെയിൽസ് വേണ്ട, അത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടി ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ നേരത്ത് മൈനസ് ഇടും. നമ്മുടെ കയ്യിൽ ഡിപ്പോസിറ്റർ ആയിട്ടുള്ള കസ്റ്റമർ നെയിം ആൾക്കാരുടെ പേരുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ പേരുണ്ട്, ബോറോവർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ പേരുണ്ട്. അപ്പം അതിന് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പം നമുക്ക് ജോൺസണും റെയ്നോൾഡ്സും കിട്ടും. ഇവർ 2 പേർക്കുമാണ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്. ഈ 2 കസ്റ്റമേഴ്സിനും
ഒരു ബാങ്കിൽ യാതൊരു ലോണുമില്ല. അങ്ങനത്തെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റിട്രീവ് ചെയ്തെടുത്തു. അപ്പോൾ എന്താ പറയുന്നത്, സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ നമുക്ക് R-S കൊണ്ട് റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുമ്പം ഇവിടെ R എന്ന് പറയുന്ന റിലേഷനുള്ള ടുപ്പിൾസ് എന്നാൽ S എന്ന് പറയുന്ന റിലേഷനുള്ള ടുപ്പിൾസ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്താണ് അപ്പം റിസൾട്ടൻ്റായിട്ട് നമുക്ക് ലഭിക്കുന്ന റിലേഷനിലുള്ള ടുപ്പിൾസ് എന്ന് പറയുന്നത് R-ലും S-ലും ഉണ്ടാകുന്ന ടുപ്പിൾസ് ആകരുത്, അതുപോലെ S-ലുള്ള ടുപ്പിൾസും ആകരുത്. അപ്പോൾ ഇതാണ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻസിനെ പറ്റി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ഫണ്ടമെൻ്റൽ റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ബാക്കി ഉള്ള 2 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസിനെ പറ്റിയിട്ട് റിലേഷണൽ ആൾജിബ്ര ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.